ഇപ്പോൾ കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളാണോ റെയ്ഡ് ചെയ്യുന്നത്? ആരുടെ വീടാണ് റെയ്ഡ് ചെയ്യുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്യുന്നത് കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട്? പ്രതികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം റൂറൽ SP വി അശോകന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ പോലീസ് റെയ്ഡ് ചെയ്തത്. പുനലൂരിലെ കാര്യറയിലാണ് റെയ്ഡ് നടന്നത്. കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവായ സഞ്ജയ് ഖാന്റെ ഭാര്യ വീട്ടിലും അതുപോലെ പ്രാദേശിക നേതാവ് വേഞ്ചമ്പ് സുരേന്ദ്രന്റെ വീട്ടിലുമാണ് പോലീസ് അർദ്ധരാത്രി പരിശോധന നടത്തിയത്. പക്ഷേ ഇവിടെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ഈ മൊബൈൽ ഫോണിലേക്ക് പ്രതികൾ ചിലർ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് കൂടി പോലീസിന്റെ പക്കൽ ലഭിച്ചു. ഇതിനെ തുടർന്നാണ് പോലീസ് ഇവിടെ പരിശോധന നടത്തിയത്. മാത്രമല്ല, സഞ്ജയ് ഖാന്റെ മറ്റു ചില മൊബൈൽ നമ്പറുകളിൽ നിന്ന് ചില അഭിഭാഷകരെ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതോടെ പ്രതികൾക്കുള്ള കോൺഗ്രസ് ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ കെവിനെ കടത്താൻ ഉപയോഗിച്ച 3 വാഹനങ്ങളിൽ ഒരെണ്ണം നേരത്തെ തെന്മല പോലീസ് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മറ്റൊരു I-20 ചുമന്ന കാറ് ടീറ്റോ ജെറോം എന്ന ഒരു യുവാവും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുടെ ഉടമസ്ഥയിലുള്ള കാറാണ് പുനലൂർ ഇളമ്പലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം നേരത്തെ പിടിയിലായ ASI ബിജുവിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വേദി പങ്കിടുന്നതുമായി ഉള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു നാം. തുടർന്ന് കോൺഗ്രസ് ബന്ധങ്ങൾ പുറത്തെത്തുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിച്ചിരിക്കുന്നു പ്രതികളെ എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്, അല്ലേ രാജ്കുമാർ? തീർച്ചയായും. ഇതില് പ്രധാന പ്രതി കീഴടങ്ങിയ ഷാനു ചാക്കോ, ഈ ഷാനു ചാക്കോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസ് ബന്ധമുള്ള ഒരു ആളായിരുന്നു എന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് തെളിവുകളൊന്നും ലഭ്യമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികൾ. രാജ്കുമാർ, ഇടയ്ക്ക് ഫോൺ കേട്ടില്ല, ഒരിക്കൽ കൂടി. ഇതില് ഞാൻ ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ മുഖ്യപ്രതി ഷാനു ചാക്കോ യൂത്ത് കോൺഗ്രസ് ബന്ധമുള്ള മുമ്പ് ഇവിടെ ഈ തെന്മലയിൽ ഉണ്ടായിരുന്നപ്പോൾ, ഒറ്റക്കെട്ടുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ സജീവമായി പങ്കെടുത്തിരുന്നു. പിന്നീട് ചില ഫോൺ തകരാറുകളാണെന്ന് തോന്നുന്നു, രാജ്കുമാർ വ്യക്തമല്ല. എന്തായിരുന്നാലും കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരഭിമാനക്കൊലയെ തുടർന്ന് കൊല്ലപ്പെട്ട കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടാണ് ഇപ്പോൾ കൊല്ലത്ത് റെയ്ഡ് ചെയ്യുന്നത്. സഞ്ജയ് ഖാൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവരുടെ വീടുകളാണ് റെയ്ഡ് ചെയ്യുന്നത്. പ്രതികൾക്ക് വേണ്ട സഹായം ചെയ്തുവെന്നും പ്രതികളിൽ പലരും ഒളിച്ചു താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി എന്നതുമാണ് പോലീസ് അന്വേഷണത്തിന് കാരണം. പിടിയിലായ ഷാനു ചാക്കോ, മുഖ്യപ്രതിയായ ഷാനു ചാക്കോയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകാം പോലീസ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നത്. രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. രാജ്കുമാർ, അതായത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് റെയ്ഡ് ചെയ്യുന്നത് പിടിയിലായ പ്രതികളുടെ മൊഴിയുടെയും സൂചനകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാകാം. തീർച്ചയായും. അതായത് ഈ ഷാനു ചാക്കോ ഇപ്പോൾ ഇന്നലെ കണ്ണൂരിൽ കീഴടങ്ങിയ ഷാനു ചാക്കോവിന്റെ കോൺഗ്രസ് ബന്ധം നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് തെളിവുകളൊന്നും ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പ്രതികൾക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്നുള്ള ഒരു ആരോപണവും നിലനിന്നിരുന്നു. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇതിൽ ഒളിവിൽ പോയിരിക്കുന്ന പ്രതികളിൽ പലരും ഇതിൽ ഈ സഞ്ജയ് ഖാന്റെ നമ്പറിലേക്കും അതുപോലെ തന്നെ സഞ്ജയ് ഖാന്റെ ഭാര്യ മാതാവിന്റെ നമ്പറിലേക്കും നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പ്രാദേശിക നേതാവ് വേഞ്ചമ്പ് സുരേന്ദ്രന്റെ മൊബൈൽ ഫോണിലേക്കും വിളിച്ചതിന്റെ തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയത്. പക്ഷെ പ്രതികളെ ആരും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇവരുടെ ഈ കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഈ പ്രതികൾക്ക് വേണ്ടി മറ്റു ചില അഭിഭാഷകരെ അർദ്ധരാത്രി വിളിച്ചതിന്റെയും കോൾ ഡീറ്റെയിൽസ് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതോടെയാണ് ഇവരുടെ കോൺഗ്രസ് ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കെവിൻ കൊലപാതകത്തിൽ പ്രതികളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളാണ് ഇപ്പോൾ പോലീസ് റെയ്ഡ് ചെയ്യുന്നത്. പിടിയിലായ പ്രതികളിൽ നിന്നും ലഭിച്ച വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നും പോലീസ് വൃത്തങ്ങൾ അനൌദ്യോഗികമായി സൂചിപ്പിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.